ഹായ് ഹലോ നമസ്കാരം. ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കൽ ബീച്ചിൻ്റെ എൻഡിലാണ്. ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു കടയിലാണ്, ഒരു ഹോട്ടലിലാണുള്ളത്. കടൽക്കര റെസ്റ്റോറൻ്റാണുള്ളത്. ഈ കടൽക്കര എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ടെന്ന്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സീ ഫുഡ്സ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. കുറേ അധികം നാളായി ഞാൻ ഒരു വ്ളോഗ്, ഒരു ഫുഡിൻ്റെ വ്ളോഗ് ഇട്ടിട്ട്. അപ്പം ഒരിക്കൽ കൂടി വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല രുചികരമായിട്ടുള്ള നല്ല ഫുഡുകൾ കാണിക്കാനായിട്ട് അഴീക്കൽ ബീച്ചിൻ്റെ എൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആങ്കർ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അകത്ത് വന്നിരിക്കുകയാണ്, കടൽക്കര സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ അകത്ത് കഴിച്ച ഒരു ഫാമിലി ഉണ്ട്, 2 ചേച്ചിമാർ, ഒരു കുഞ്ഞുണ്ട്. അവരോട് ചോദിക്കുക അതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ഞാൻ രുചികരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ആദ്യം അവരുടെ അഭിപ്രായത്തിലേക്ക് അവർ പറയൂല്ലെന്ന് എനിക്കറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ ഫാമിലി ഇതാണ്. ഒരാൾ അപ്പുറത്തിരിപ്പുണ്ട്, ചോദിക്കാം. ആദ്യം ചേച്ചിയോട് ചോദിക്കാം. ചേച്ചിയുടെ പേരെന്താ? ദീപ. എവിടെ വീട്? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. എപ്പോഴും വരാറുണ്ടോ ഇവിടെ? മിക്കവാറും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ബീച്ചിൽ വരുമ്പോൾ ഇവിടെ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഫുഡൊക്കെ വളരെ നല്ല ഫുഡാണ്. ഇന്ന് എന്താ കഴിച്ചത് ഇവിടെ? ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കഴിച്ചത് കക്ക റോസ്റ്റ്. അതെ അതെ. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ ഇവിടെ? ഇവിടെ ഇവിടെ കൂടുതലും സീ ഫുഡാണ്. അതെ അതെ. പിന്നെ കണവ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ടല്ലേ. മോക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട? പറഞ്ഞേ. എനിക്ക് കണവ റോസ്റ്റ് ഇഷ്ടം. അതാണ് ഇഷ്ടം, വേറെ ഒന്നും ഇഷ്ടമല്ല? എല്ലാം ഇഷ്ടമാണ്. പേരെന്താ? ഡയാന. ചേച്ചിയുടെ പേര്? ദീപ. മോളെത്രല്ല പഠിക്കുന്നത്? ഞാൻ ഇനി 7th. അപ്പൊ ചേച്ചി, ഈ ഇങ്ങനെയുള്ള ഫുഡുകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങേ ഏറ്റവും ബീച്ച് ഇപ്പൊ കുറച്ചും കൂടി ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹോട്ടൽസ് വരുമ്പം ഏറ്റവും കൂടുതൽ ഗുണകരമാണ് ആർക്കാണ്? നാട്ടുകാർക്കാണ്. എങ്കിൽ പോലും ഈ സീ ഫുഡ്സ് കൂടുതൽ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോൾ ഉള്ളൊരു അനുഭവം എന്താ? നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് പോയി കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് എന്താ പറയാ, എന്നാലും വീട്ടിൽ മീൻ വാങ്ങിച്ച് വെക്കാൻ പറ്റത്തില്ലല്ലേ? അല്ലല്ല, അങ്ങനെയല്ല. ചെയ്യാൻ പറ്റത്തില്ല. അല്ലല്ല, അങ്ങനെയല്ല. ചേച്ചി കട വെക്കുന്നതിന് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ആണത്. നമുക്ക് വീട്ടിൽ വെച്ചാൽ എത്രയാ അത് കിട്ടും അല്ലേ? അതല്ലേ പറഞ്ഞ ഉദ്ദേശം? തന്നെയല്ല, കണവ, കൊഞ്ച്, അതുപോലെ തന്നെ പിന്നെ ഞണ്ട്, നെയ്മീൻ, അയല, ചൂര, മത്തി, എല്ലാം, കാരല്, ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒന്ന് കണവൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ മുൻപൊരു പ്രാവശ്യം വന്നു. അപ്പൊ എന്തായാലും ചേച്ചി എന്താ പ്രേക്ഷകരോട് പറയാനുള്ള നമ്മുടെ ഈ ഒരു കടൽക്കരയെ കുറിച്ച് പറയാനുള്ള എന്താ? ആ ക്യാമറ നോക്കി പറഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കടൽക്കരയിൽ നിന്ന് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ കടൽക്കര റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ നല്ല കടൽ വിഭവങ്ങൾ തന്നെ കഴിക്കാം. ഇതെവിടെ പ്രോപ്പർ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തത്? എവിടെയാണിത്? അഴീക്കൽ ബീച്ചിന്റെ ഇത് എൻഡല്ലേ? ബീച്ചിന്റെ എൻഡല്ലേ ഇത്? ബീച്ചിന്റെ എൻഡിന് കുറച്ച് മുന്നേ ഇനിയിപ്പോൾ ബീച്ചിൽ എത്ര 100 മീറ്ററേ ഉള്ളോ? അല്ല, അപ്പോൾ ഒരു 100 മീറ്റർ കൂട്ടിക്കോളൂ. അതിന് മുന്നേ ആയിട്ടാണ് റൈറ്റ് സൈഡിൽ കടൽക്കര റെസ്റ്റോറൻറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ കൂടെ ചോദിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ താങ്ക് യു ചേച്ചി. താങ്ക് യു മോളെ. പേരെന്ന് പറയാമോ? പേര് സീമ. എന്താ ചെയ്യുന്നത്? SBIയുടെ ലൈഫ് ഇൻഷുറൻസ് സെക്ഷൻ വർക്ക്. അപ്പോൾ പറയൂ, കടൽക്കരയെ കുറിച്ച്. ഇവിടെ വരാറുണ്ട്. നല്ല ഫുഡുകളാണ്, സീ ഫുഡ്സുകളാണ്. ഓൾമോസ്റ്റ് കടലിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഫ്രൈ ആണ്. എല്ലാം ഫ്രൈ ഉണ്ട്. കറിയുണ്ടോ? റോസ്റ്റുകളുണ്ട്. ഇതിന്റെ അണിയറയിലുള്ള ആരൊക്കെയാണെന്ന് പറയാം? ഇതിന്റെ 2 പെൺകുട്ടികളാണ്. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കഴിക്കുന്ന പോലെയുള്ള ഫുഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഇവിടെ വന്ന് നമ്മൾ സ്ഥിരം കഴിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഫുഡുകളാണ് ലഭിക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നും ചേർക്കാറില്ല. എന്തായാലും ചേച്ചി, നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ക്യാമറ നോക്കി എന്താ പറയാനുള്ളത്? വളരെ നല്ല ഫുഡാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഫ്രൈയും, അതായത് കടലിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ കിട്ടും. കക്ക റോസ്റ്റ്, കണവ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്, ഫ്രൈ ഐറ്റംസ് എല്ലാം, സീ ഫുഡിൻ്റെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടും. വളരെ ടേസ്റ്റ്ഫുള്ളാണ്. എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഈ കടൽക്കര റെസ്റ്റോറൻറ്റിൽ വന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കാം, ആസ്വദിച്ചിട്ട് പോവാം. നിങ്ങൾ ആലോചിക്കും, ഈ 4 സുന്ദരിമാരുടെ ഇടയ്ക്ക് എനിക്ക് എന്താ കാര്യം എന്നുള്ളത്. കാര്യം ഞാനിത് കഴിച്ചിട്ട് ഇത് പറയുന്നില്ല. ഇവരിവിടെ കഴിക്കാൻ വന്നതാണ്. പ്രൊപ്പറേറ്റർ ഇവിടെ ഇരിപ്പുണ്ട്, അനുചേച്ചി. ഇതിൻ്റെ ഈ ഒരു ഷോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. രണ്ട് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു ഷോപ്പാണ്.
എന്നാൽ ചോദിക്കും അതെന്താ അത്രയും പേര് നടത്തുന്നില്ലെന്ന്. നടത്തുന്നുണ്ട്. പക്ഷേ അഴീക്കൽ എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്, എൻ്റെ അടുത്തിരിക്കുന്നത്. അവരോട് തന്നെ ചോദിക്കാം ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഷോപ്പുകളുണ്ടോ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നുള്ളത് പറയാം. പേര് പറഞ്ഞേ? ആലിനി. ആലിനി എന്താ ചെയ്യുന്നത്? ഉറക്കപ്പറ കണ്ട വഴക്കാളി റൂട്ടുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉള്ളത് നേരത്തെ അറിയാമായിരുന്നോ? ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? കണ്ടല്ലോ ഒന്ന് കേട്ടല്ലോ. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് പാസ് ചെയ്തപ്പോൾ കണ്ടാണോ? അല്ല, ഇവര് വീട്ടില് വന്നപ്പോ ഞാൻ എന്റെ സ്ഥലം ഇവിടെ അല്ല. ആ എവിടെയാണ്? ഇവിടെ വന്നപ്പോൾ തിരുവനന്തപുരം ഇല്ലേ? ആ ഓക്കെ. ഇങ്ങനെ ഷോപ്പ് കണ്ടിട്ടുണ്ടോ? ഇവിടെ അല്ലേ വീട്? കായംകുളം. എങ്കിലും ഇവിടെ വരാറുമ്പോൾ കണ്ടിട്ടില്ല. 5 മാസം തുടങ്ങിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും കൊണ്ടുവരണം. കടൽക്കര ഹോട്ടലിൻ്റെ പേര് നമുക്കത് ചോദിച്ച് നോക്കിയിട്ട് പറയാം. പേര് ആരതി. ആരതി എന്താ ചെയ്യുന്നത്? കെൽട്രോണിൽ. ഇവിടെ ചോദിക്കട്ടെ പേര്? അമൃതയും കെൽട്രോണിലാണോ? വീട് കായംകുളം. അപ്പോൾ ഈ നിങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഈ ഷോപ്പ് കണ്ട് അങ്ങനെ കയറി കഴിക്കാനായിട്ടല്ലേ? വെളിയിൽ നിന്ന് കണ്ടപ്പോൾ ഉള്ളൊരു ആംബിയൻസ് എന്താ ഫീൽ ചെയ്യുന്നത്? മുള വെച്ചിട്ടുള്ള ആംബിയൻസ് ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഇതിൻ്റെ ഓണറാണ്. ഒരാളും കൂടെ ഉണ്ട്, സോയ ചേച്ചി. അവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ്, നാത്തൂനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഷോപ്പ് കൂടെ നടത്തുന്നത്. അപ്പോൾ വിശക്കുന്നു. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാം ഫീഡ്ബാക്ക് അത് അവിടെ തൊട്ട് പറയാം. തെറ്റ് വന്നേ പറഞ്ഞു തരണം. ഇത് കണവത്തോരൻ അല്ലേ? കണവത്തോരൻ, കണവ ഫ്രൈ, കൊഞ്ച് ഫ്രൈ, അതുപോലെ തന്നെ ഇത് നമ്മുടെ ചാള, അയല, മത്തി എന്നൊക്കെ പറയുന്നത്. അയലയല്ല, മത്തി, ചാള. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? പിന്നെ ഇവിടെ തന്നെ കണവയുടെ റോസ്റ്റ് ഉണ്ട്, അതുപോലെ ചെറിയ മീൻ തോരൻ, കൊഞ്ച് റോസ്റ്റ് മീൻ തോരൻ. പിന്നെ താൻ പറഞ്ഞ അയലയുണ്ട് ഇവിടെ. ഇത് മുഴുത്തൊരു അയലയാണ് കേട്ടോ. പിന്നെ ഇത് കക്ക റോസ്റ്റ് ഉണ്ട്. ഇത് മീൻ പൊള്ളിച്ചതാണ്. എന്ത് മീനാണ് ചെയ്തത്? പറ്റ. പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം പോലെ ചോറിന് കൂടെ ചീനി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാം, കൊല്ലം ജില്ലയിൽ. നമ്മുടെ ചീനിയല്ലേ പറയുന്നത്? ഇത് കൊല്ലം ജില്ലയല്ലേ? കപ്പ എന്നും പറയാം ചിലയിടത്ത്. പിന്നെ ഇത് പൈനാപ്പിളിന്റെ ചെറിയൊരു പച്ചടി. ഇത് അവിയല്, പിക്കിൾ, മാംഗോ പിക്കിൾ. പിന്നെ ഇതെന്താണ്? ക്യാബേജ് തോരൻ. പിന്നെ ഇത് ബീട്രൂട്ട് പച്ചടി. ഇത്രയുണ്ട്. പിന്നെ ഇത് അവിടെ പിന്നെ എന്താണ്? പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ട്, സാമ്പാറുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ഈ ചട്ടിച്ചോറ് ഇവിടെ ഫസ്റ്റ് ഇന്ന് ലോഞ്ചാണ്. അതിൻ്റെ ഉദ്ഘാടനം കൂടെ ഞങ്ങളെല്ലാം കൂടെ ചെയ്യാൻ പോവാണ്. പിന്നെ അതാണ്ട് ചാള, നല്ല മുളക് പൊടി ഇട്ട ചാള അല്ലേ? അയല, മുളക് അയല. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യം ചോദിച്ചു ഇത് എന്താണെന്നുള്ളത് ചോദിച്ചു. അതായത് കപ്പ ഇവർ നല്ല രീതിയിൽ എന്താണ് പറഞ്ഞത്, നല്ല കലക്കിയിട്ട് ഏറ്റവും അടിയിൽ മീൻ കറി ഒഴിക്കും. കപ്പ ആദ്യം വേവിക്കും, എന്നിട്ട് മീൻ വിട്ട് കുറച്ച് തേങ്ങയും തിരുകി, സവാള, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ആവി കയറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കും. അതാണ് അതിന്റെ കൂട്ട്. അപ്പൊ ഇത് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതും കൂടെ കുറച്ച് ഞാൻ എടുത്ത് വെക്കട്ടെ ഇവിടെ, വെച്ച് നോക്കട്ടെ. വെച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം, ഇവരെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങാം. അമൃത ഏതെടുക്കും ഇതിന്? ഈ ഫിഷ് ആയിട്ട് ഇത് ഏതെടുക്കും? സ്റ്റാർട്ടിങ് പറഞ്ഞപ്പോഴേ നാക്കൊക്കെ അത് ക്യാമറ കിട്ടിയെന്ന് തോന്നുന്നു. നമുക്കത് ക്ലോസ് ആയിട്ട് എടുത്തിടാം. ഏതെടുക്കുന്ന വെച്ചോ ഇങ്ങനെ ആക്കി. പോരട്ടെ. എടുത്തോ, അതെന്റെ അടുത്തിരിക്കുന്നു. എടുത്തോ, ടേസ്റ്റ് ചെയ്ത് നോക്കും. കറക്റ്റ് ആയിട്ട് പറയാം. ആദ്യമായിട്ടാണ് വരുന്നത്, സത്യസന്ധമായിട്ടേ പറയാം. മറുപടി അതല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്. ഉറപ്പല്ലേ? ആ ക്യാമറ നോക്കി പറഞ്ഞു. കണാ തോരനാണ് പുള്ളിക്കാരി എടുത്ത്. ഇനി ഇവിടുന്ന് വരാം. പേരെന്ന് പറഞ്ഞേ? ആരതി ഏതെടുക്കും? ഇത് കക്ക റോസ്റ്റ്. ഓക്കെ, കക്ക എടു, ഉള്ളി എടുക്കാതെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. കൈ കാണിക്കേ, കഴിച്ചേ. അവിടെ നോക്കി പറ, എങ്ങനെയുണ്ട്? കൊള്ളാവോ? പേര് ഒന്നുകൂടെ പറഞ്ഞേ. ആലിനിയുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. ആലിനി ഇതിൽ നിന്ന് എടുക്കും. ശരി, ആലിനിക്ക് ഞാനേ ഇത് ഓപ്പൺ ചെയ്ത് തരാം. കാര്യം ആലിനി എന്തായാലും എൻ്റെ അടുത്തിരിക്കുമല്ലേ. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഇച്ചിരി മാറ്റി വയ്ക്കാം. എടുത്തു. കഴിച്ചു. ചവയ്ക്കേ, ചവച്ചിട്ടല്ലേ നമ്മൾ ടേസ്റ്റ് പറയുന്നേ. ശരി, ആലിനി എങ്ങനെ ഉണ്ടത്? കൊള്ളാം. ഇനി ഇവിടെ നിന്ന് എടുത്ത് ഈ മീൻ ഫ്രൈ എടുത്ത് ഇത് കഴിച്ചു നോക്ക്. ഓക്കെ അല്ലേ? ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഫുള്ളായിട്ടാണ് ഇടുന്നത്. ഇതിനകത്ത് മുള്ളുണ്ട്. ഇതിന് ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് മുള്ള് കുറച്ച് അലർജി ഉണ്ടായതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട്
കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്ക്. അതായത് കപ്പയും മീൻകറിയുടെ മിക്സ് ചെയ്ത് കുറച്ച് മീൻ കുഴച്ചെടുക്കുന്നത്. കറിയുമായിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. മീൻ കറി വേണം അല്ലേ? ഓക്കെ, ഉറപ്പായിട്ടും. ചേച്ചി പറഞ്ഞതിനപ്പുറമല്ല. അതുകൊണ്ട് കുറച്ച് മുളകിട്ട് വെച്ച, മുളക് പൊടി ഇട്ട് വെച്ചല്ലേ അതെ. അയലക്കറി കഴിക്കുകയാണ്. എന്തായാലും മുള്ളു കുറച്ചുണ്ട്, എന്തായാലും കുഴപ്പമില്ല. കഴിച്ചു നോക്കട്ടെ. നിങ്ങൾക്കൂടെ കുറച്ച് തരുന്നു, കഴിച്ചു നോക്കട്ടെ. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം, മീൻകറി ഒഴിച്ച് നമുക്ക് വരവേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്ത് ഓൾറെഡി ആഡാണ്. എക്സ്ട്രാ മീൻകറി ഉള്ളവർ വേണവർക്ക് ഇത് ആഡ് ചെയ്ത് കഴിക്കാം. അടാറ് സൂപ്പർ സാധനമാണ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഇത് വിജയ്, ഇത് കൊഞ്ച് ഫ്രൈ അല്ലേ? കഴിച്ചു നോക്കും. ആറ് എക്സ്പ്രഷനാ കൊള്ളാന്ന് പറയണേ. അങ്ങോട്ട് വയ്ക്കുക. സൂപ്പർ. ഞാൻ പറഞ്ഞത് സൂപ്പർ. നീ ഇവർ പറയട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ കഴിച്ചത് കൊഞ്ച് ഫ്രൈ ആണ്. എങ്ങനെയുണ്ട്? ഇതായിരുന്നു പറയുമോ? നീ ഇതെടുത്തൊന്ന് കടിച്ചേ. കടിക്കേ, ഇതെടുത്ത് കടിക്കേ. ആ ക്യാമറ നോക്കി ഒന്ന് കടിച്ചോ. കടിച്ചോ, നല്ലല്ലോ കടിക്കാതെ, നല്ലല്ലോ കടിച്ച്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റുകൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇതെല്ലാം ഓൾറെഡി നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഇത് പക്ഷേ ഞാൻ ആർക്കും തരില്ലേ. ഇത് ന്യൂ ലോഞ്ച് ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിനകത്ത് മുട്ടയുണ്ട്, ഓൾമോസ്റ്റ് ഇതിനകത്തിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇതിനകത്തല്ലേ. ഇതിൻ്റെ വില ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മൾ എന്തായാലും ഫോൺ നമ്പർ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇതിനകത്ത് ഇഷ്ടമുള്ള, ഇനി ഏതാ ഉള്ളത്? ഈ മീൻതോരൻ കഴിച്ചോ? ശരി, ഞാൻ ഇതിനകത്തുണ്ട്, ഞാൻ കഴിച്ചു നോക്കട്ടെ. മീൻതോരൻ ഇതിനകത്തുണ്ട്, മീൻ കറി ഇതിനകത്തുണ്ട്, എല്ലാം കൂടെ ഇളക്കി ഒരു ഇച്ചിരി മീൻ അയല അതിനകത്ത് മിക്സ് ചെയ്തു. കൊഞ്ച്, മീൻ പൊള്ളിച്ചത്, സാധാ മീൻ, നമ്മുടെ ചാള അല്ലേ, ചാള, പിന്നെ തോരൻ, ചീനി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഓംപ്ലേറ്റ് ഉണ്ടേ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയുമോ? വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുന്ന അമ്മമാർ പാചകം ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ടേസ്റ്റാണ് ഓരോ ഐറ്റത്തിനുള്ളത്. ഞാൻ ചുമ്മാ പറയല്ല, ഇത് എനിക്ക് വേണമെങ്കിൽ എനിക്ക് മാത്രം ഇരുന്നതിനകത്ത് എനിക്ക് വേണേൽ റിവ്യൂ ഇടാം, കൊള്ളാമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇവരപ്പുറത്ത് നിന്ന് കഴിക്കാൻ വന്ന് നമ്മുടെ അൻഷാദൊക്കെയാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത് എങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ട്. ഇതും കൂടെ ടേസ്റ്റ് ചെയ്യാം. ഇതുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അല്ലാതെ എല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതോടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇത് കൊഞ്ച് റോസ്റ്റ് അല്ലേ ചേച്ചി? കൊഞ്ച് റോസ്റ്റ് പിടിച്ചു. എല്ലാം അവിടെ കൊടുത്ത് അവർ കഴിക്കട്ടെ. അവരും കൂടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും. അതെ, അത്രേ ഉള്ളൂ. ഈ അഭിപ്രായം എന്ന് പറഞ്ഞു കൊള്ളാം. അവിടെ അമൃത പിന്നെ ഇവിടെ ഇത് സൂപ്പർ. ഏതാ ഇത്? സൂപ്പറാണോ? എന്നാ കഴിക്കേ. അതായത് കൊഞ്ച് റോസ് സൂപ്പർ എന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളി. കൊഞ്ചിന് ചെറിയൊരു മധുരം എപ്പോഴും ഉണ്ടാവും അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇൻഗ്രീഡിയൻസ് കൂടെ വരുമ്പം കിടലം ഒരു രക്ഷയില്ല. പൊറോട്ടയോടെ കഴിക്കാൻ കിടുന്ന സാധനം കേട്ടോ. പൊറോട്ട, അപ്പം അല്ലേ, എൻ്റെ കൂടെ കഴിക്കാൻ നല്ലതല്ലേ ഇത്? അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം പറഞ്ഞു അവിടെ പറഞ്ഞു. എല്ലാം കഴിച്ചു നോക്കിയിട്ട് പറ. എല്ലാം കഴിച്ചു നോക്കിയോ? ഇല്ലല്ലോ. കാണിച്ചു ഞാൻ തന്നെ പിള്ളേർക്കൊന്ന് വാരി കൊടുക്കാം. ഇത് കപ്പയും മീനും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മീൻ കറിയും കൂടെ ആഡ് ചെയ്യും. ഇതിനകത്ത് അയലോ ചാളയോ ഏത് വേണമെങ്കിലും ഇടാം അല്ലേ? ഏത് മീൻ വേണമെങ്കിലും ഇടാം. ചെറിയ മീൻ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കഴിച്ചു, നിങ്ങളെല്ലാവരും 3 പേരും കഴിച്ചു. ഇതിനകത്ത് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, അമൃത പറഞ്ഞു, ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു. കാര്യം ഇവിടുത്തെ ആംബിയൻസ്, കഴിച്ച ഫുഡ്, ആദ്യം എടുത്ത് അവിടെ നിന്നല്ലേ എടുത്തേ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു? എല്ലാം സൂപ്പർ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ? സത്യം. പല്ലി ചലച്ച അവിടെ കേട്ടോ. പല്ലിയിലേ കറക്റ്റ്, പല്ലി അവിടെ ചലച്ചു. അപ്പൊ എന്തായാലും അമൃത പറഞ്ഞു പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഈ ഷോപ്പിനെ കുറിച്ച്, കടൽക്കരയെ കുറിച്ച്? എക്സ്പീരിയൻസ് ചെയ്യണം. അത് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിന്, അഴീക്കൽ ബീച്ചിന് 100 മീറ്റർ മുന്നേറ്റം റൈറ്റ് സൈഡിലാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു വഴി വരുന്നുണ്ടല്ലോ, അതേതാ വഴി? അപ്പുറത്തുനിന്നൊരു വഴി, കായംകുളത്തുനിന്ന് വരുന്ന വഴി. അതേതാ വഴി? കായംകുളത്തുനിന്ന് കൊച്ചിയുടെ ജെട്ടി പാലം കയറി വടക്കോട്ട് വരണം. വടക്കോട്ട് വരണം. അഴീക്കൽ പാലം കയറി ഇറങ്ങി
ഇങ്ങനെ ഇറങ്ങണം, ഇങ്ങനെയും വരാം. അതുപോലെ അഴീക്കൽ മറ്റേ നമ്മുടെ ലാലാജി ജംഗ്ഷനിൽ നിന്നും കയറി വരാം. പിന്നെ അതുപോലെ ഓച്ചറയിൽ നിന്ന് വരുന്നവർക്ക് വരാം, കായംകുളത്ത് നിന്ന് വരുന്നവർക്കും വരാം. അപ്പം പലതരത്തിലുള്ള വഴികൾ കൊടുത്തിട്ടുണ്ട് അവർ. ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറോടെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പം എല്ലാം ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം എനിക്ക് പറഞ്ഞത് ആങ്കർ വ്ളോഗ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞത്. ആങ്കർ വ്ളോഗ് എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പം ഈ കടൽക്കരയെ കുറിച്ചുള്ള അഭിപ്രായം അടിപൊളി. ആണോ? പറഞ്ഞപ്പോൾ എല്ലാവരും വന്നോ? എല്ലാവരും ഇങ്ങോട്ട് വരണം, എന്തിനായിരുന്നു? ഫുഡ് കഴിക്കും. ടേസ്റ്റ് ചെയ്യാം. എന്താ പറയാനുള്ള? എല്ലാവരും വന്ന് ഫുഡ് എക്സ്പീരിയൻസ്. പുള്ളിക്കാരി ഇച്ചിരി നല്ല സംസാരിക്കും. കാര്യം ഭക്ഷണത്തോട് കുറച്ച് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരി. അപ്പോൾ അനുശേഷിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് എല്ലാവരും വരണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം ചെയ്യുന്നതായത്, അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കെമിക്കൽസോ അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഈ പറഞ്ഞ പോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് items. ഇനിയുണ്ട്. ഈ ഇലയിൽ കൊള്ളുന്നേ അവർക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഐറ്റംസ് ഉണ്ട്. നെയ്മീൻ വേണ്ടവർക്ക് നെയ്മീനൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി എന്താ പറയുക, ഒരു പ്രാവശ്യം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മുടെ കടൽക്കര റെസ്റ്റോറൻറ്റ്. അപ്പം എൻ്റെ പേജ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, വിലപ്പെട്ട കമൻറ്റ് ചെയ്യുക. ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, അനീഷ് ഖാൻ.